+2 ശേഷം ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസ ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് ഈ വീഡിയോ കാണും. അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എടുക്കുന്ന കോഴ്സ് ഒരു പ്രൊഫഷണൽ ഡിഗ്രി ആവണം. എങ്കിൽ മാത്രമേ നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ നമ്മൾ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഒരു ഡിപ്ലോമ കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോൺ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ GNM പോലെ മെഡിക്കൽ കോഴ്സ് GNMനാണെങ്കിൽ വലിയ കുഴപ്പമില്ല, ചില ബാങ്കുകാർ സപ്പോർട്ട് ചെയ്യാറുണ്ട്. എങ്കിൽ പോലും നമ്മൾ എടുക്കുന്ന കോഴ്സ് പ്രൊഫഷണൽ ഡിഗ്രി ആണെങ്കിൽ മാത്രമേ നമുക്ക് ലോൺ കിട്ടാൻ കുറച്ചും കൂടി എളുപ്പത്തിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ കോഴ്സ് നമ്മൾ ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ആദ്യം തന്നെ ആലോചിച്ചിട്ട് വേണം നമ്മൾ വിദ്യാഭ്യാസ ലോണിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല കുട്ടികളുടെയും വിചാരം വിദ്യാഭ്യാസ ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് മാത്രം കിട്ടുന്നതാണെന്നാണ്. അങ്ങനെയല്ല. നമ്മൾ ലോൺ എടുക്കുന്നത് നമ്മൾ 2 ആളുകളുടെ പേരിലായിരിക്കും, ഒരു ജോയിൻ്റ് അക്കൗണ്ട് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് വിദ്യാർത്ഥി എപ്പോഴും ആപ്ലിക്കൻ്റ് ആയിരിക്കും, അതിൻ്റെ കൂടെ കോ ആപ്ലിക്കൻ്റ്, അതായത് പാരൻറ്റോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ആളുകളാണെങ്കിൽ അവരുടെ ഹസ്ബൻഡ് ആയിരിക്കും കോ ആപ്ലിക്കൻ്റ് ആയിട്ട് വരുന്നത്. അതായത് ഈ ലോണിൻ്റെ തിരിച്ചടവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോ ആപ്ലിക്കൻറ്റിനും കൂടി റെസ്പോൺസിബിലിറ്റിയാണ്. കുട്ടി അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഈ പാരൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ ആരാണോ കോ ആപ്ലിക്കൻ്റ് ആയിട്ട് വരുന്നത് അവരടയ്ക്കേണ്ടതാണ്. അപ്പോൾ അത് ജോയിൻ്റ് അക്കൗണ്ട് ആയിട്ട് നമുക്ക് ഈ ഒരു വായ്പ നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ അടുത്ത കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിന് എല്ലാ രീതിയിലുള്ള അഫിലിയേഷൻസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അഫിലിയേഷൻ ഇല്ലാത്ത ഒരു കോളേജിലാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ബാങ്കിൽ നിന്ന് നമ്മളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മൾ നഴ്സിംഗ് ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ INC പോലുള്ള അഫിലിയേഷൻസ് ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതുപോലെ നമ്മുടെ യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് ആണോ എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം. ഇനി നമുക്ക് എത്ര തുക വരെയാണ് ഇത് കിട്ടുക എന്നുള്ളതാണ്. നമ്മൾ നോർമലി നമുക്കൊരു വിദ്യാഭ്യാസ ലോൺ നമ്മൾ ഈടൊന്നും വെക്കാതെയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കൊളാട്രൽ സെക്യൂരിറ്റി ഒന്നും വെക്കാതെയാണെന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ വരെയാണ് നമുക്ക് ഈ ലോൺ കിട്ടുന്ന തുക എന്ന് പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും സെക്യൂരിറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന തുക 10 ലക്ഷം വരെയാണ് നമുക്കത് കിട്ടുന്നത്. എങ്ങനെയാണെങ്കിലും നിങ്ങൾ ഫസ്റ്റ് ഇയറിൻ്റെ തുക നിങ്ങൾ മിക്കവാറും നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ കാണേണ്ടി വരും. കാരണം നമുക്ക് ഈ ലോൺ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രോസസ്സിങ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 to 8 മന്ത് നമുക്ക് എന്തായാലും പ്രോസസ്സിങ് ടൈം എടുക്കുന്നുണ്ട്. അതിന് മുൻപ് നിങ്ങൾ മിക്കവാറും നിങ്ങൾ പല കോളേജുകളിലും ഫീസ് നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങളൊന്ന് പ്രത്യേകം ആയിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ലോൺ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് നോർമലി നമുക്കൊരു ബാങ്കിലേക്ക് ലോൺ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മസ്റ്റായിട്ട് വേണ്ട കാര്യങ്ങൾ, ഒന്ന് നമുക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതായത് ആപ്ലിക്കൻറ്റിൻ്റെയും കോ ആപ്ലിക്കൻ്റെയും പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് നമുക്ക് എത്ര നിങ്ങൾക്ക് കയ്യിൽ വെക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങളുടെ കയ്യിലത് മസ്റ്റായിട്ട് വേണം. പിന്നെ അതുപോലെ നിങ്ങളുടെ ഏതെങ്കിലും ID പ്രൂഫ്, ആധാർ അല്ലെങ്കിൽ പാൻ കാർഡ് പോലെയുള്ള ഐഡൻറ്റിറ്റി കാർഡ്, ഇതുപോലുള്ള ആധാർ പ്രൂഫ് നിങ്ങളുടെ കയ്യിൽ വേണം. അതുപോലെ നാറ്റിവിറ്റി കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്സ് വേണം, ഇൻകം സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ നിങ്ങൾ കരടച്ചതിൻ്റെ റെസീപ്റ്റ് നിങ്ങളുടെ കയ്യിൽ വേണം. ഇത്രയാണ് നമുക്ക് നോർമലി നമ്മളുടെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ വരുന്നത് കോളേജിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന പേപ്പേഴ്സാണ്. കോളേജിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് അഡ്മിഷൻ ലെറ്റർ വേണം. അതുപോലെ ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് അഥവാ ഫീസ് സ്ട്രക്ചർ, നമുക്ക് ഫീസ് സ്ട്രക്ചർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് നമ്മൾ ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് എന്നാണ് പറയുക. അപ്പോൾ ഈ ബോണഫൈഡ് സർട്ടിഫിക്കറ്റും കൂടി നമ്മുടെ കയ്യിൽ വേണം. ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെറിറ്റ് മാനേജ്മെൻറ്റിലുള്ള ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് ആയിരിക്കണം നമുക്ക് കിട്ടുന്നത്. വെറും മാനേജ്മെൻറ്റ് എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിൽ നിന്ന് നമ്മളുടെ ആപ്ലിക്കേഷൻ നമ്മൾ റിജക്റ്റ് ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ലോൺ അപ്ലൈ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, കോളേജിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റിൽ, ബോണഫൈഡ് സർട്ടിഫിക്കറ്റിൽ മെറിറ്റ് മാനേജ്മെൻറ്റ് എന്നുള്ളത് നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ ഇത് എപ്പോഴാണ് ഇത് തിരിച്ചടയ്ക്കേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ കോഴ്സ് കഴിഞ്ഞ്, നമ്മൾ ഏതൊരു കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് 1 year കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു തുക തിരിച്ചടയ്ക്കേണ്ടത്. നിങ്ങൾക്കതൊരു 15 വർഷം വരെ നിങ്ങൾക്ക് ഈ ഒരു തുക അടയ്ക്കാനുള്ള ഒരു സാവകാശം ബാങ്കിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇത് ഏത് ബാങ്കിലാണെന്നുണ്ടെങ്കിലും ഓരോ ബാങ്കിലും ഓരോ രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് ആയിരിക്കും. അത് ഡിപ്പെൻസ് അപ്പോൺ ബാങ്ക്. നിങ്ങളത് ബാങ്കിൽ പോയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും അത് സംസാരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത്രയും കാര്യങ്ങളാണ് നോർമലി നമുക്ക് ബാങ്കുമായി അതുപോലെ ഈ ഒരു ലോൺ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ക്യാഷ് നിങ്ങൾക്ക് വരുന്നത് DD ആയിട്ട് കോളേജ് നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിലേക്കാണ് നമ്മളുടെ ക്യാഷ് പോകുന്നത്. നമ്മുടെ കയ്യിൽ ഒരിക്കലും ബാങ്കിൽ നിന്ന് നമുക്ക് ലോൺ കിട്ടത്തില്ല. നേരെ നമുക്ക് കോളേജിൻ്റെ സ്ഥാപനം അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കോളേജ് ഏതാണോ അതിൻ്റെ പേരിലേക്കായിരിക്കും DD ആയിട്ട് നമുക്ക് പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ വിദ്യാഭ്യാസ ലോൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് ഭാവിയിൽ +2 ശേഷം നല്ലൊരു കോളേജിൽ അഡ്മിഷൻ എടുക്കാനും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ.